السلام عليكم. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. ഖുതുബി 55. ഖൗലുഹു, നേരിന്റെ ഖൗലാണ് ചർച്ച. ലാ ശുഗല ലിൽ മന്തിഖി മിൻ ഹൈസു ഹുവ മന്തിഖി. ഒരു മന്തിഖിയാണ് എന്ന ഭാഗത്തിലൂടെ ഒരു മന്തിഖീനിക്ക് ശുഗലില്ല. ഏത്? അൽഫാദിന്റെ ചർച്ചകൾ. ഇതാണ് നമ്മളെ വിഷയം. ലാ ശുഗല ലിൽ മന്തിഖി മിൻ ഹൈസു ഹുവ മന്തിഖി. മന്തിഖിയാണെന്ന ഭാഗത്തിലൂടെ അൽഫാദുകളെ സംബന്ധിച്ച് മന്തിഖീനിക്ക് ചർച്ചയില്ല. ഇതാണ് വിഷയം. അഖൂൽ, ഞാൻ പറയുന്നു. വൈന്നമൊഴുത്തുബിറ, തീർച്ചയായിട്ടും എഴുത്തിബാറ് ചെയ്യപ്പെടുന്നത്. ഹാദിഹിൽ ഹൈസിയത്തു, ഈ പറയപ്പെട്ട ഹൈസിയത്തിന് എഴുത്തിബാറ് ചെയ്യപ്പെടരുത്. ഇത് മിൻ ഹൈസുവ മന്തിഖിയെന്ന് അറിഞ്ഞില്ല. ഒരു മന്തിഖി ആണെന്ന അടിസ്ഥാനത്തിലൂടെ എന്തില്ല, ഒരു മന്തിഖി ലഫ്ല് കൊണ്ട് ചർച്ചയില്ല എന്നാണല്ലോ പറഞ്ഞത്. എന്തിനങ്ങ ചെയ്തത്? ഇത് അന്നൽ മന്തിഖിയ, തീർച്ചയായിട്ടും ഒരു മന്തിഖി പണ്ഡിതൻ. ഇതാ കാന നഹ്വിയൻ, ഒരു മന്തിഖി പണ്ഡിതൻ നഹ്വിയാണെന്ന് വെക്കുക. അയവൻ വീണ്ടിച്ചാല് ഓ മന്തിഖിയുമാണ്, അപ്രകാരം നഹ്വിയുമാണ്. അങ്ങനെ വെക്കുമ്പോ ഫലഹു ശുഗുലും ബിൽ അൽഫാദി, അവൻക്ക് ലഫ്ദ് കൊണ്ട് ചർച്ച ചെയ്യുന്നുണ്ടാവാ. പക്ഷെ ലാക്കിൻ എങ്കിലും ലാമിൻ ഹൈസു ഹുവ മന്തിഖിയുൻ, ഓ മന്തിഖിയാണെന്ന ഭാഗത്തിലൂടെ അല്ല. ബൽമിൻ ഹൈസു ഇന്നഹു നഹ്വിയുൻ, ഓ നഹ്വിയാണെന്ന ഭാഗത്തിലൂടെയാണ്. അവർ മന്തിഖിയാണെന്ന ഭാഗത്തിലൂടെ എന്തുണ്ടാവൂല, ഒരു മന്തിഖിനിക്കും അതായത് ഈ ലഫ്ലുകളെ സംബന്ധിച്ച് ചർച്ച ഉണ്ടാവില്ല. ഖൗലുഹു വലാകിൻ ലമ്മാ തവഖഫ ഇഫാദത്തുൽ മആനി വസ്തിഫാദത്തുഹാ ലൽ അൽഫാദി, ഒരു മാനയെ ഫായിദ വെപ്പിച്ചു കൊടുക്കലും അത് ഫായിദ വെപ്പിച്ചെടുക്കലും അൽഫാദുകളുടെ മേലില് ബന്ധിക്കുക, ഇതാണ് ചർച്ച. അപ്പോഴും ഞാൻ പറയട്ടെ. ഫൽ മന്തിഖിയും, ഒരു മന്തിഖി പണ്ഡിതൻ. ഇതാ അറാദ, ഒരു മന്തിഖി പണ്ഡിതൻ ഉദ്ദേശിച്ചാൽ ഓ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് ഉദ്ദേശിച്ചു. ഫൈറഹു, മറ്റൊരാൾക്ക് ഓൻ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് ഉദ്ദേശിച്ചു. ഒരു മന്തിഖി പണ്ഡിതൻ എന്തിനെ പഠിപ്പിച്ചു കൊടുക്കണം? മജ്ഹൂലൻ തസവ്വുരിയൻ, ഒരു തസവ്വുരിയായ മജ്ഹൂലായ കാര്യത്തെ, അല്ലെങ്കിൽ അത് തസ്ദീഖിയായ ഒരു മജ്ഹൂലായ കാര്യത്തിനെ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് ഒരു മന്തിഖി പണ്ഡിതൻ എന്ത് ചെയ്ത് ഉദ്ദേശിച്ചു. എങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുക്കാൻ ഉദ്ദേശിച്ചത്? ബില കൗലിശാരിഹി, ഒരു പക്ഷെ കൗലിശാരിഹി കൊണ്ട്, അവിൽ ഹുജ്ജത്തി, അല്ലെങ്കിൽ ഹുജ്ജത്ത് കൊണ്ട്. എങ്കിൽ ഫലാബുദ്ദലഹു, അപ്പൊ അവനക്ക് അത്യാവശ്യമാകും കുനക്ക, അവിടത്തില് മിൻ അൽഫാദി, ലഫ്ദ് വേണം. ലഫ്ദില്ലാതെ അത് ഒരിക്കലും മനസ്സിലാക്കി കൊടുക്കാൻ കഴിയൂല. കാരണം യുംകിനഹു, അവനക്ക് സൗകര്യപ്പെടാന് ദാലിക്ക, ആ മനസ്സിലാക്കി കൊടുക്കല്. കാരണം ലഫ്ദില്ലാതെ ഉർത്തി കാണിച്ചു കൊടുക്കാൻ കഴിയില്ലല്ലോ. നമ്മളെ ഇഷറാഖി പണ്ഡിതന്മാരൊക്കെ ചെയ്യാറുള്ളത് പോലെ ഇഷറാഖി പണ്ഡിതന്മാര് എന്ത് ചെയ്യാറുണ്ട്? ഇഷറാഖി പണ്ഡിതന്മാര് പിന്നെ അതായത് മാനവീയ രൂപത്തിൽ മുനാദറ നടത്തുമല്ലോ, ഋഷിദിയിൽ പറഞ്ഞ് ഓർക്കുന്നുണ്ടല്ലോ. അപ്പൊ അതേപോലെ ഒരിക്കലും നടക്കൂലല്ലോ. യുംകിനഹു അലാലിക്ക,
ഇനി അമ്മ ഇത് ആറാത. ഇനി എന്ത് ചെയ്ത് ഒരു മന്തിക്ക് പണ്ഡിതൻ ഉദ്ദേശിച്ചു അയ്യുഹസ്സില ഹുവ ലിനഫ്സിഹി, അയ്യുഹസ്സില ഹുവ അവൻ ഹാസിലാക്കി എടുക്കാൻ, ലിനഫ്സിഹി ഓൻക്കന്നെ, ഒരു മന്തിക്ക് പണ്ഡിത ഓൻക്കന്നെ എന്ത് ചെയ്യണം, ഹാസിലാക്കി എടുക്കണം, കരസ്ഥമാക്കി എടുക്കണം. അതിനോൻ ഉദ്ദേശിച്ചു. എന്തിനെ കരസ്ഥമാക്കി എടുക്കണം? അഹദൽ മജ്ഹൂലൈനി, രണ്ട് മജ്ഹൂലിൽപ്പെട്ടത് ഏതെങ്കിലും ഒരു മജ്ഹൂലിനെ, ബി അഹദി ത്വരീഖൈനി, ഈ രണ്ട് തരീഖിൽപ്പെട്ട ഏതെങ്കിലും ഒരു തരീഖ്. രണ്ട് തരീഖ് ഏതാണ്? ഒരു പക്ഷെ കൗലുശാലിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ വിദ്യത്തിന്റെ അടിസ്ഥാനത്തിൽ. അങ്ങനെയാകുമ്പം ഫലൈസ ബിഹാദി തരീഖൈനി, അങ്ങനെ ആകുമ്പം ഫലൈസ അൽഫാദു ഹുനാക്ക, അപ്പൊ അവിടത്തിലുള്ളതായ ഫലൈസ അൽഫാദു ഹുനാക്ക, അവിടത്തിലെ ലഫ്ലുകളല്ല അമ്രൻ നെറൂരിയ, നെറൂരിയായ കാര്യമല്ലല്ലോ. കാരണം നമുക്കിപ്പോ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് കഴിവുണ്ടെങ്കിൽ നമുക്ക് സ്വയം മനസ്സിലാക്കി എടുക്കല്ലോ. പിന്നെ ഇതിന്റെ ആവശ്യമില്ല, വേറൊരാള് ലഫ്ല് നമ്മളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ, എങ്കിൽ നമ്മൾ ലഫ്ല് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതവനെ പലയിത്തല്ല അൽഫാദു ഹുനാക്ക അമ്രൻ നെറൂരിയ, ആ സാഹചര്യത്തിൽ അവിടെ ലഫ്ലുകൾ എന്തല്ല ഒരു നെറൂരിയായ വിഷയം അല്ല. എന്താ കാരണം? ഇത് കാരണം യുംകിനുഹു, ഈ പറഞ്ഞ ഈ വ്യക്തിക്ക്, അതായത് ഈ ഫുലാന് എന്ത് ചെയ്യും, അതായത് ഈ മന്തിക്ക് പണ്ടി തന്നെ ആയിക്കോട്ടെ, ഓനക്ക് പറ്റും, ഓനക്ക് കഴിയും. താഖുദുൽ മആനി, മാനകളെ മനസ്സിലാക്കി എടുക്കല്. എങ്ങനെ? മുജറദത്തൻ അനിൽ അൽഫാദി, ലഫ്ലുകളില്ലാതെ. ലഫ്ലുകളെ തൊട്ട് ഒഴിവാക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ലഫ്ലുകളില്ലാതെ മനസ്സിലാക്കി എടുക്കാൻ കഴിയും. പക്ഷെ കാര്യം അങ്ങനൊക്കെ ആണെങ്കിലും ലാക്കിൻ അസീറും ചിദ്ദ, കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. കാരണം ലഫ്ലില്ലാതെ ഒരു കാര്യം മനസ്സിലാക്കി എടുക്കുക എന്നുള്ളത് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള. അപ്പൊ ഇസ്രാക്കി പണ്ഡിതന്മാർക്കൊക്കെ അത് നടക്കുള്ളൂ. അല്ലെങ്കിൽ ജിദ്ദൻ, എങ്കിൽ പതാദിക്കാം. അതിന്റെ കാരണം എന്താ? ഇപ്പം ഒരു മന്തിക്ക് പണ്ഡിതൻ ഓൻക്കന്നെ ഈ രണ്ട് മജ്ഹൂലിൽപ്പെട്ട ഏതെങ്കിലും ഒരു മജ്ഹൂലിന് രണ്ട് തരീഖിൽപ്പെട്ട ഏതെങ്കിലും തരീഖ് കൊണ്ട് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ ലഫ്ല് എന്താണ്? ലഫ്ലില്ലാതെ ഓനക്ക് സൗകര്യപ്പെടും. പക്ഷെ സൗകര്യപ്പെടുമെങ്കിലും കൂടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. എന്ത് ചെയ്യാതെ ബുദ്ധിമുട്ടാണെന്ന് പറയാനുള്ള കാരണം ഈ അന്ന നഫ്സ്, തീർച്ചയായിട്ടും നഫ്സ് കത് തഅവ്വദത്, കാരണം നഫ്സ് പതിവാക്കി കഴിഞ്ഞിട്ടുണ്ട്. ബി മുലാഹളത്തിൽ മആനി, മാനകളെ മനസ്സിലായത് ശ്രദ്ധിക്കൽ കൊണ്ടിട്ട്. ഏതിൽ നിന്ന്? മിനൽ അൽഫാദി, ലഫ്ലുകളിൽ നിന്ന്. കാരണം ഏത് നഫ്സായാലും ആ നഫ്സിനിക്ക് മാന കിട്ടണമെങ്കിൽ വേറൊരാൾ പറഞ്ഞു കൊടുക്കുന്നില്ലെങ്കിലും കൂടിയിട്ട് എനിക്ക് ലഫ്ലു ആണല്ലോ. ഇപ്പൊ കിതാബിലുള്ള അൽഫാദ്, ആ കിതാബിലുള്ള അൽഫാദുകളിലൂടെ അല്ലേ ഓനക്ക് മാനകൾ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഈ ലഫ്ലില്ലാതെ ഓൻ സ്വന്തം മനസ്സിലാക്കിയെടുക്കാന്ന് പറ്റ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ബി ഹൈസ്, ഒരു രൂപത്തില്. ഏത് രൂപത്തിലാണ്? ഇതാ അറാദത്ത്, ആ നഫ്സ് ഉദ്ദേശിച്ചാൽ അൻതഅഖലൽ മആനിയ, മാനകളെ മനസ്സിലാക്കി എടുക്കണമെന്ന് ആ നഫ്സ് ഉദ്ദേശിച്ചാൽ, വതുലാഹിവഹ, അതിനെ ലിഹാള ചെയ്യണോന്ന് ഉദ്ദേശിച്ചാൽ, അതിനെ ലിഹാള ചെയ്യണോന്ന് ഉദ്ദേശിച്ചാലും തതഖയ്യലും, ആ നഫ്സ് ശ്രദ്ധിക്കേണ്ടി വരും, ചിന്തിക്കേണ്ടി വരും, മനസ്സിലാക്കേണ്ടി വരും. എന്തിനെ? അൽഫാദ, ലഫ്ലുകളെ. കാരണം ലഫ്ലുകളിലേക്ക് ശ്രദ്ധിക്കുമ്പോഴേ ഓനക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയുള്ളൂ. അതോടുകൂടി എന്നിട്ട് അതെന്തക്കില, എന്നിട്ട് ആ നഫ്സ് നീങ്ങണം. മിൻഹ, ആ അൽഫാദുകളിൽ നിന്ന് ഇലൽ മആനി, മാനുകളിലേക്ക് നീങ്ങണം. എന്നാലേ ഓനക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ, അല്ലാതെ മനസ്സിലാക്കാൻ കഴിയൂല. ഇനി വൈദ ആറാദത്ത്, ഇനി വലു ആറാദത്ത്, ഇനി എന്ത് ചെയ്ത്? അതായത് ഒരു നഫ്സ് ഉദ്ദേശിച്ചു,
തഅക്കുലൽ മആനി മാനകളെ മനസ്സിലാക്കിയെടുക്കണമെന്ന്. എങ്ങനെ ഉദ്ദേശിച്ചു മാനകളെ മനസ്സിലാക്കിയെടുക്കണമെന്ന്? സിർഫത്തെ തനിച്ചതായ രൂപത്തിൽ. ഏത് തനിക്കുക? സിർഫത്തൻ എന്ന അൽഫാദി ലഫ്ളുകളെ തൊട്ട് തനിക്കുക, ലഫ്ളില്ലാതെ. അപ്പൊ ലഫ്ളില്ലാതെ മാന മനസ്സിലാക്കിയെടുക്കണമെന്ന് നഫ്സ് ഉദ്ദേശിച്ചാലോ സഇബ അലൈഹ, അത് ആ നഫ്സിന്റെ മേൽ ബുദ്ധിമുട്ടാകും. ദാലിക അങ്ങനെ മനസ്സിലാക്കിയെടുക്കല് സുഅബത്തൻ താമ, ഒരു സമ്പൂർണമായ രൂപത്തിലുള്ള ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാവുകയാണ്, ചെറിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഏതുപോലെ കമാ യശ്ഹദു ബിഹി റുജൂഉ ഇലൽ വിജ്ദാൻ, കമാ യശ്ഹദു ബിഹി ഈ വിഷയം കൊണ്ട് സാക്ഷിയാകുന്നത് പോലെ ആ റുജൂഉ മടങ്ങല് ഇലൽ വിജ്ദാനി വിജ്ദാനിലേക്ക്. വിജ്ദാനിന്റെ സ്വന്തം മനസ്സുകൊണ്ട് കൽബുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. മനസ്സിലാക്കിയെടുക്കണമെങ്കിലും ഏത് വേണം? അൽഫാദ് വേണം. അതെ. എങ്കിലും എങ്കിലും ഞപ്പോലോ ഇനി നമുക്കൊന്ന് പറയാനുണ്ട്. വിഷയം അങ്ങനെയൊക്കെയാണെങ്കിലും നമുക്കൊരു വിഷയം അവിടെ എന്ത് ചെയ്യാ, ന്യായീകരിക്കാനുണ്ട്. മനസ്സിലായില്ലേ? എന്താണ് നമുക്ക് വിശദീകരിക്കാനുള്ളത്? മൻ അറാദ, ഒരാൾ ഉദ്ദേശിച്ചു, ഇസ്തിഫാദത്തൻ മന്ദിക്ക, മന്ദിക്കിനെ മനസ്സിലാക്കി എടുക്കണമെന്ന് ഒരാൾ ഉദ്ദേശിച്ചു. മിൻ ഗൈരിഹി, വേറെ ഒരാളിൽ നിന്ന് മന്ദിക്ക് മനസ്സിലാക്കി എടുക്കണമെന്ന് ഉദ്ദേശിച്ചു. അല്ലെങ്കിൽ ഔ ഇഫാദത്തഹു, അല്ലെങ്കിൽ ആ മന്ദിനെ മനസ്സിലാക്കി കൊടുക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. ഇയാഹു, അതായത് ആ മന്ദിക്കിനെ വേറൊരാൾക്ക് മനസ്സിലാക്കി കൊടുക്കണമെന്ന്. ഈ രണ്ട് സാഹചര്യത്തിലും മെഹ്താജിലൽ അൽഫാദി, നമുക്ക് ലഫ്ള് ആവശ്യമാണ്, അൽഫാദുകൾ ആവശ്യമാണ്. എങ്കിൽ കഥ ഇപ്രകാരം തന്നെ അൽഹാലു, അവസ്ഥയും ഇങ്ങനെ തന്നെയാണ്. ഏതിനാണ് അവസ്ഥ? ഫീ സായിദിൽ ഉലൂമി, ഏത് ഇൽമായാലും, അത് മന്ദിക്ക് എന്നല്ല, ഏത് ഇൽമായാലും മാനയുടെ സഹായമില്ലാതെ ഒരു ഇൽമിലുള്ള മാലൂമാത്തിനെയും മനസ്സിലാക്കിയെടുക്കല് അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ പരിതാരിക്ക, ഈ കാരണം കൊണ്ട് തന്നെ ഇദ്ദത്ത് കണക്കാക്കപ്പെട്ടു. എന്തിന്? മബായിസുൽ അൽഫാദി, ലഫ്ളുകളുടെ ചർച്ചകളെ മുഖദ്ദിമത്തൻ ലിശ്ശുറൂഇ ഫിൽ ഇൽമി, ഇൽമിലുള്ള ശുറൂഇനുള്ള ഒരു മുഖദ്ദിമയായിട്ട്. ഏത് ഇൽമായാലും ആ ഇൽമിലേക്ക് ശുറൂ ചെയ്യണമെങ്കിൽ ലഫ്ള് വേണം. ലഫ്ളിന്റെ ചർച്ച ആദ്യം കൊണ്ടുവരണം, ദലാലത്തെ പറ്റി ആദ്യം പറയണം. ഏതുപോലെ കമാ ശർനാ ഇലൈഹി, അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കിതാബിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ വിശദീകരണം ചെയ്തിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്. മുമ്പ് നമ്മൾ പറഞ്ഞു ഓർക്കുണ്ടാവില്ല. കാരണം ഏത് ഇൽമുകളായാലും ആ ഇൽമുകൾ വേർതിരിയുന്നത് ഏതടിസ്ഥാനത്തിലാണ്? അതിന്റെ മൗദൂഇന്റെയും അതുപോലെ തന്നെ അൽഫാദിന്റെയും അടിസ്ഥാനത്തിലാണെന്ന്. സുമ്മ, പിന്നെ ഇന്നൽ മന്ദിഖിയ, തീർച്ചയായിട്ടും ഒരു മന്ദിഖി പണ്ഡിതൻ യബ്ഹദു, അവൻ ചർച്ച ചെയ്യും. അനിൽ അൽഫാദി, ലഫ്ളുകളെ അവൻ ചർച്ച ചെയ്യും. എങ്ങനെ? അലൽ വജിഹിൽ കുല്ലിഹി, കുല്ലിയായ രൂപത്തിന്റെ മേലില് ലഫ്ളുകളെ ഓൻ എന്ത് ചെയ്യും? ചർച്ച ചെയ്യും. മനസ്സിലായില്ലേ? എങ്ങനത്തെ കുല്ലിയായ രൂപമാണ്? അൽ മുതനാവിലി, ഉൾപ്പെടുത്തുന്നതായ, ജമീഇൽ ലുഗാത്ത്, എല്ലാ ഭാഷകളെയും എല്ലാ ലുഗത്തിനെയും ഉൾക്കൊള്ളിക്കുന്നതായ കുല്ലിയായ രൂപത്തില് ഒരു മന്ദിക്ക് പണ്ഡിതൻ ലഫ്ള് ചർച്ച ചെയ്യും. മനസ്സിലായില്ലേ? ഒരു മന്ദിക്ക് പണ്ഡിതൻ ലഫ്ള് ചർച്ച ചെയ്യും. എന്തിനാണ് ചർച്ച ചെയ്യുന്നത്? ലിയകൂന ഹാദിഹിൽ മബായിസ്, ഈ ചർച്ചകൾ ആവാൻ വേണ്ടി, മുനാസിബത്തൻ ലിൽ മബായിസിൽ മന്ദിഖിയ, മന്ദിഖിയായ ബഹസുകളോട് യോജിപ്പുള്ളതാവാൻ വേണ്ടിയിട്ട്, മുനാസബത്ത് ഉണ്ടായി തീർക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താ? ഫഇന്നഹ, ഈ മന്ദിക്ക് എന്ന് പറഞ്ഞാൽ തന്നെ ഫഇന്നഹ, ഈ മന്ദിഖിയായ ചർച്ചകൾ എന്താണ്? മന്ദിഖിയായ ചർച്ചകള് ഉമൂറൻ, അത് ചില വിഷയങ്ങളാണ്. എങ്ങനത്തെ വിഷയങ്ങള്? കാനൂനിയ്യത്ത്, കാനൂനിയായ തിയറിക്കലായിട്ടുള്ള നിയമങ്ങളാണ്, വിഷയങ്ങളാണ്. അതോടുകൂടെ മുതനാവിലത്തുൻ,
അത് ഉൾക്കൊള്ളിക്കുന്നതുമാണ്. എന്തിനെ ഉൾക്കൊള്ളിക്കും? ലിജമീഇൽ മഫ്ഹൂമാതി, എല്ലാ ലിജമീഇൽ മഫ്ഹൂമാതി, എല്ലാ മഫ്ഹൂമാത്തിനെയും എന്ത് ചെയ്യുന്നതാണ്? ഉൾക്കൊള്ളിക്കുന്നതാണ്. അപ്പൊ എല്ലാ മഫ്ഹൂമാത്തിനെയും ഉൾക്കൊള്ളിക്കുന്ന കാനൂനിയായ നിയമങ്ങളാണ് മന്തിക്കിയായ ബഅസുകൾ. അങ്ങനെ വന്നപ്പോ അപ്പൊ നമ്മൾ പറഞ്ഞ മനസ്സിലായില്ല. അപ്പൊ മന്തിക്കി പണ്ഡിതൻ കുല്ലിയായ രൂപത്തില് ലഫ്ളുകളെ ചർച്ച ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ചർച്ച മന്തിക്കിയായ ബഅസുകളോട് മുനാസബത്ത് ഉണ്ടാവാൻ വേണ്ടി. കാരണം മന്തിക്കിയായ ബഅസുകൾ എന്ന് പറഞ്ഞാല് എല്ലാ മഫ്ഹൂമാത്തിനെയും ഉൾക്കൊള്ളിക്കുന്ന കാനൂനിയായ കാര്യങ്ങളാണ്. എന്താ കാരണം? മന്തിക്കിൽ ഒരാൾക്ക് ഉസൂക്കുണ്ടെങ്കിൽ എല്ലാ വിഷയത്തിലും അവനക്ക് ഉസൂക്കുണ്ടാവും, അല്ലേ? ഷഫീമാൻ പറഞ്ഞ ഓർക്കുന്നുണ്ടല്ലോ. എങ്കിൽ റുബ്ബമ, ചിലപ്പോ യൂരിദു, ഈ മന്തിക്ക് പണ്ഡിതൻ കൊണ്ടുവരാറുണ്ട്. റുബ്ബമ യൂരിദു, ചിലപ്പോൾ ഒരു മന്തിക്ക് പണ്ഡിതൻ എന്ത് ചെയ്യാറുണ്ട്? കൊണ്ടുവരാറുണ്ട്. എന്തിനെ കൊണ്ടുവരാറുണ്ട്? എന്തിനെയാണ് വരാറുള്ളത്? ഇത് വരാനുള്ള കാരണം എന്താണെന്നറിയാം. ഇത് വരാനുള്ള കാരണം ഒരു സുആലിനിക്ക് ജവാബായിട്ട് വേണമെങ്കിൽ നമുക്ക് തഖ്ദീർ ചെയ്യാം. എന്റെ ഒരു മന്തിക്ക് പണ്ഡിതൻ അൽഫാദല്ല കുല്ലിയായ രൂപത്തിൽ ചർച്ച ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ മന്തിക്ക് പണ്ഡിതൻ അറബി ലുഗത്തില് അടിസ്ഥാനത്തിൽ പന്നിനെ ഒന്ന് പ്രത്യേകമായി ചില സന്ദർഭത്തിൽ എന്തിനാ ഇത്തിബാർ ചെയ്ത്? അത് വിഷയമല്ല. എന്തിനാണ് ഇത്തിബാർ ചെയ്യുന്നത്? അതിനും കൂടി മറുപടി ആയിട്ടാണ് പറഞ്ഞത്. റുബ്ബമ യൂരിദു, അല്ല റുബ്ബമ ചിലപ്പോ യൂരിദു ഒരു മന്തിക്ക് പണ്ഡിതൻ കൊണ്ടുവരും. അല്ല നുദിറത്ത് പരീലായ രൂപത്തിൽ അഹ്വാല മഖ്സൂസതി, അഹ്വാല ചില അഹ്വാല എങ്കിൽ റുബ്ബമ യൂറദു അലൻ നുദിറത്തി അഹ്വാലും മഖ്സൂസത്ത്, അല്ലെങ്കിൽ റുബ്ബമ യൂരിദു മന്തിക്ക് പണ്ഡിതൻ കൊണ്ടുവരും. എന്തിന്? അതിന്റെ യഥാർത്ഥ യോജിപ്പ് വേണമെങ്കിൽ അഹ്വാലൻ മഖ്സൂസത്തനായിരിക്കണം ഇബാറത്ത്. ഇനി അഹ്വാദ് ആയാല് അപ്പൊ യൂറദു എന്ന് വായിക്കേണ്ടി വരും. പക്ഷെ ഏറ്റവും അതായത് മാക്കബലിനോട് ഏറ്റവും യോജിപ്പുള്ളത് റുബ്ബമ യൂരിദ് പറയലാ ഏറ്റവും നല്ലത്. മന്തിക്ക് പണ്ഡിതൻ ചിലപ്പോൾ കൊണ്ടുവരും അല നുദിറത്തി, കലീലായ രൂപത്തിൽ അഹ്വാലൻ മഖ്സൂസത്തെ, മഖ്സൂസായ ചില അവസ്ഥകൾ. ഏതുകൊണ്ട് മഖ്സൂസായത്? ബിൽ ലുഗത്തി, ലുഗത്ത് കൊണ്ടിട്ട്. കാരണം ലുഗത്ത് എല്ലാത്തിനും ആവശ്യമാണ്, മന്തിക്കിനും ആവശ്യമാണ്. അല്ലാതെ എങ്ങനത്തെ ലുഗത്താണ്? ദുവ്വിന ബിഹ, ആ ലുഗത്ത് കൊണ്ടാണ് ക്രോഡീകരിക്കപ്പെട്ടിരിക്കുന്നത്. ആകൽ പന്നു, ഈ മന്തിക്ക് പന്നിന്. കാരണം മന്തിക്ക് പന്നായാലും വേണ്ടില്ല, ഏത് പന്നായാലും വേണ്ടില്ല, ഭാഷ ഇല്ലാതെ ഒന്നും കഴിയൂലല്ലോ. ഭാഷ അത്യാവശ്യമാണല്ലോ. അതാണ് പറഞ്ഞത്. എന്തിനു വേണ്ടിയിട്ട് സിയാദത്തിൽ എഴുത്തിനായി ബിഹാ, അതുകൊണ്ട് പ്രത്യേകം പരിഗണിക്കാൻ വേണ്ടി, ആ ലുഗത്ത് കൊണ്ടൊന്ന് പ്രത്യേകം പരിഗണിക്കല് അധികരിപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ പറഞ്ഞു കൗലുഹു മിനൽ ഇൽമി അൽ ഇൽമു എന്ന് പറഞ്ഞു. എന്താണ് അവിടെ ഏതാ കൗല്? നൂർ. ഇതാണ് വിഷയം. വലമ്മാ കാന നദറു ഫീഹാ മിൻ ഹൈസു ഇന്നാ ദലായിലുൽ മആനി ഖദ്ദമൽ കലാമ ബിദ്ദലാലത്തി വഹുവ, ഈ ദലാലത്ത് എന്ന് പറഞ്ഞാൽ കൗനു ശൈഇ ബിഹാലത്തിൻ യൽസമു മിനൽ ഇൽമി ബി അൽ ഇൽമു ബി ശൈഇൻ ആഖറ. ഇതാണ് ചർച്ച, ദലാലത്തെ പറ്റിയ ചർച്ച. കാരണം ദലാലത്ത് എന്ന് പറഞ്ഞ ഒരു ശൈഇ, ആ ശൈഇനെ അറിയുന്നത് കാരണമായി വേറെ ശൈഇ എന്ത് ചെയ്യും? അറിയലുണ്ടായി തീരും.
അതേ രൂപത്തിൽ ഷെയ് എന്ത് ചെയ്യുക, പ്രത്യേകമായ ഐസിയത്തിലൂടെ ആവുക. ഇനി അതാണ് ഇപ്പൊ ചർച്ച. ഖൗലുഹു മിനൽ ഇൽമി ബിഹി അൽ ഇൽമു എന്ന്. അഖൂലു ഞാൻ പറയുന്നു, യുരീദു ഇവിടെ മുസന്നിഫ് റഹ്മത്തുള്ളാഹി ഉദ്ദേശിക്കും, ബിൽ ഇൽമി ഇൽമു കൊണ്ട് ഉദ്ദേശിക്കുന്നു ഏതിനെയാണ്? അൽ ഇദ്റാക ഇദ്റാക്കിനെ. അതായത് ഒരു ഇൽമു കൊണ്ട് അറിയാന്ന് പറഞ്ഞാൽ ആ ഇൽമിനെ മനസ്സിലാക്കുക, ഇദ്റാക്ക്. ആ ഇദ്റാക്കനെ എങ്ങനെയാണ്? അമ്മായ രൂപത്തില്. അത് പിന്നെ യക്കൂന തസവൂരിയൻ തസവൂരിയായിട്ടും വരാ, ഔ ദസ്തീക്കിയായിട്ടും വരാ, ഔ വയറോ അല്ലാത്ത രൂപത്തിൽ വരാ. ആ ഒരു ഇൽമിനെ ഇദ്റാക്ക് ചെയ്യുന്നത് കാരണമായി വേറൊരു ഇൽമിനെ എന്ത് ചെയ്യവന് ഇദ്റാക്ക് ചെയ്യും. അതാണ് അവിടെ ഉദ്ദേശം. ഒരു കാര്യത്തെ അവൻ ഇദ്റാക്ക് ചെയ്താൽ അത് കാരണമായി വേറൊരു കാര്യം അവനിക്ക് മനസ്സിലാവും. ഇനി ഖൗലുഹു കദലാലത്തിൽ ഖത്തി വൽ ഉഖദി എന്ന് പറഞ്ഞല്ലോ. ഖത്തും ഉഖദും എന്ത് ചെയ്യുക? അറിയിക്കുക. ഖത്തും ഉഖദും അറിയിക്കുക. അതെവിടെ പറഞ്ഞത്? വയറ് ലഫ്ദിയായ ദലാലത്തെ പറ്റി പറഞ്ഞിടത്ത്, വയറ് ലഫ്ദിയായ ദലാലത്തെ പറ്റി പറഞ്ഞിടത്താണ് അതാ പറഞ്ഞത്. അപ്പോലും ഞാൻ പറയുന്നു, എവിടെ? വകദാലിക എന്നാൽ അപ്രകാരം തന്നെയാണ്. ദലാലത്തുൻ നുസബി നാട്ടക്കുറികൾ അറിയിക്കുക, വൽ ഇഷാറാത്തി സൂചനകൾ അറിയിക്കുക. എങ്കിൽ വാദിഹി ദലാലാത്തു ഈ പറയപ്പെട്ട ദലാലത്തുകളൊക്കെ തന്നെ അത് വൈറു ലഫ്ലിയത്തിന്, അത് വൈറു ലഫ്ലിയാണ്. പക്ഷെ വൈറു ലഫ്ലിയാണെങ്കിലും ലാക്കിന്നഹ വദിഇയ്യ, അത് വദിഇയ്യായ ദലാലത്താണ്. അത് വദിഇയ്യായ ദലാലത്താണ്. ലാക്കിന്നഹ വദിഇയ്യത്ത്. ഇനി വഖദ് യകൂനു ദലാലത്തൻ ഗൈറ വഖദ് യകൂനു ദലാലത്തുൻ ഗൈറിൽ ലഫ്ദിയ്യത്തി. വഖദ് യകൂനു ദലാലത്തു ഗൈറിൽ ലഫ്ദിയ്യത്തി, ഗൈറു ലഫ്ദിയായ ദലാലത്ത് ചിലപ്പോൾ ആകും. അഖ്ലിയത്തൻ അഖ്ലിയാകും. അത് സാന്ദർഭികമായിട്ടുള്ള വിഷയമാണ്. വൈറു ലഫ്ദിയായ ദലാലത്ത് ചിലപ്പോൾ എന്തായിട്ട് വരാം? അഖ്ലിയായ ദലാലത്തായിട്ട് വരാം. ഉദാഹരണം ഏതുപോലെ? ദലാലത്തിൽ അസരി അലൽ മുഅസ്സിരി, അസർ മുഅസ്സിറിന്റെ മേൽ അറിയിക്കും പോലെ. എന്താ അസർ മുഅസ്സിറിന്റെ മേൽ അറിയിക്കുക എന്ന് പറഞ്ഞാല്, ഇപ്പൊ ഒരാൾ ഒരു പ്രവൃത്തി ചെയ്ത്, ഇപ്പം ഒരാൾ ഒരു പ്രവൃത്തി ചെയ്തു, ഉദാഹരണം പറയാം. അതായത് പിന്നെ കറണ്ട് ഇല്ല, അപ്പൊ ട്രാൻസ്ഫോമറും എന്ത് ചെയ്ത് ഒരാള് പിന്നെ ഫീസിട്ടപ്പോ അവിടെ കറണ്ട് വരും. അപ്പൊ ആ ഫീസിട്ടതിന്റെ പിന്നെ ആ അടയാളമാണ് ഏത്? ആ അസറാണ് ഏത്? കറണ്ട് വരിക. അത് മോസിന്റെ മേൽ അറിയിക്കുന്നുണ്ട്. അത് വൈറു ലഫ്ദിയ ദലാലത്താണ്, അഖ്ലിയ ദലാലത്താണ്. നമ്മൾ സ്വയം മനസ്സിലാക്കിയിരിക്കുകയാണത്. ശരി. വഖൗലുഹു വൽ വദ്ഉ ജഅലുൽ ലഫ്ദി ബിഇസാഇൽ മാന. ഇനി വദ്ഇന്റെ മാന പറഞ്ഞത് നമ്മൾ വദ് എന്ന് പറഞ്ഞെന്താ? ഒരു ലഫ്ദിനെ ചില മാനകളുടെ ബാക്കിലായിട്ട് ഇസായിലായിട്ട് കൊണ്ടുവരിക, വെക്കുക. അപ്പോലും ഞാൻ പറയട്ടെ, അതാ ഈ പറഞ്ഞത് ഏത്? വദീനക്ക് താരീഫ് പറഞ്ഞല്ല, ജഅലുൽ ലഫ്ദി ബി ഇസായിൽ മാന. ആ പറഞ്ഞതായ താരീഫ് വദഇൽ ലഫ്ദി, ഒരു ലഫ്ദിനെ വെക്കുന്നതിനുള്ള താരീഫാണ്. വെറും വദ് അല്ല, വദീന്റെ താരീഫല്ല. പിന്നെ ഒരു ലഫ്ദിന്റെ വദഇനിക്ക് താരീഫാണ്. ഇപ്പൊ എന്ത് നമ്മളിപ്പോ ഈ പറഞ്ഞത്?
മുത്തലക്കായ വധു അല്ല എന്ന് മാത്രം. എങ്കിൽ അമ്മ താരീഫുൽ സാർ പറയുന്നത് അമ്മ താരീഫുൽ വലിയിൽ മുത്തലക്കി, മുത്തലക്കായ വധിന്റെ താരീഫ് അത് ലഫ്ലിന്റെ വധുവും പെടും, എല്ലാത്തിന്റെ വധുവും പെടും. അതാണ് അമ്മ താരീഫുൽ വലിയിൽ മുത്തലക്കി, മുത്തലക്കായ വധിന്റെ താരീഫ്. എങ്ങനത്തെ മുത്തലക്കായ വധു ആണ്? അൽ മുത്തനാബിരി, അത് ഉൾക്കൊള്ളിക്കുന്നതാണ്. ലഹു, ഇതിനെ ഉൾക്കൊള്ളിക്കും. ഈ മാനാന് എന്തായില്ലേ, ഇതിനെ ഉൾക്കൊള്ളിക്കും. ഒരു വൈരിഹി, ഇതല്ലാത്തതിനെയും. ഇത് എന്നാൽ ഏത് ലഫ്ലിനെ ഒരു മാനാക്കിന്റെ ബാക്കിൽ വെക്കുക, ഒരു വൈരി അതല്ലാത്തതിനെയും എന്ത് ചെയ്യും? ഉൾക്കൊള്ളിക്കും. അങ്ങനത്തെ മുത്തലക്കായ വധു എന്ന് പറഞ്ഞാൽ അതിന്റെ മാന എന്താണ്? അതിന്റെ താരീഫ് എന്താണ്? അതഞ്ഞ് പറയാൻ പോണത്. ഏത്? ഫോവജാജു ഷെയ്യും ബിസായി ഷെയ്യുന്നാക്കുക, ഒരു ഷെയ്യിനെ വേറൊരു ഷെയ്യിന്റെ ബാക്കിലാക്കുക. അത് എങ്ങനെ ആക്കുക? ബി ഐസു, ഒരു രൂപത്തിന്. ഇതാ പൊഹിമല്ലൂല, ഒന്നാമത്തെ മനസ്സിലാക്കപ്പെട്ടാൽ, ഇതാ പൊഹിമൽ അവ്വലു, ഒന്നാമത്തേന് മനസ്സിലാക്കപ്പെട്ടാൽ പൊഹിമൽ സാനി, രണ്ടാമത്തേന് മനസ്സിലാക്കപ്പെടും. ഒന്നാമത്തേന് മനസ്സിലായാൽ മതി, അപ്പൊ രണ്ടാമത്തെ മനസ്സിലാവും. ഇനി നമ്മള് തബഈയായ ദലാലത്തിന് നമ്മൾ പറഞ്ഞ ദലാലത്തി അലാ വജിഹി സദ്രി എന്ന് പറഞ്ഞില്ലേ, അതാണ് ഇനി ചർച്ച. ഹുവ ബി ഫതിഹിൽ ഹംസത്തി വൽ ഖാഇൽ മുഅ്ജമത്തി, ഹുവല്ല എന്നാണ്. എന്നവ അമ്മ എന്നുള്ളത് ബി ഫതിഹിൽ ഹംസത്തി, ഹംസന്റെ 10 കൊണ്ടും പറയാം, ഹംസക്ക് 10 ചെയ്തിട്ട് എന്നും പറയാം, ദമ്മ് ചെയ്തിട്ട് എന്നും പറയാം. മനസ്സിലായില്ലേ? അത് ഫദാലത്തുൻ, അത് അറിയിക്കുന്നതാണ്. ഏതിന്റെ മേലാ? വജീസത്തിന്റെ മേൽ. ഇനി അതിന്റെ ലുഗത്ത് വിശദീകരിക്കുകയാണ്. യുക്കാലു അഹറജുലു അഹൻ എന്ന് പറയാറുണ്ട്. ഇതാ ഫഅല, പരച്ചാൽ, ഒരു മനുഷ്യൻ പരച്ചാൽ എന്ത് വരും? അഹറജുലു എന്നെന്ത് ചെയ്യാറുണ്ട്? പറയാറുണ്ട്. ഇനി ഖൗലുഹു, ഇനി മുസ്ലിമിന്റെ ഖൗൽ ഫൈന തബഅൽ ലഫ്ളി ഫൈൻ തബഅൽ ലാഫി 94. അത് പറഞ്ഞില്ല. ഫൈന തബഅൽ ലാഫ്ളി യഖ്തലി തലഫുള ബിഹി, അതാണ് ന്യൂസ്. ഫൈന തബഅൽ ലാഫ്ളി യഖ്തലി തലഫുള ബിഹി, ഒരു ഉച്ചരിക്കുന്നവന്റെ പ്രകൃതി അത് ഉച്ചരിക്കുന്നതിനെ തേടും. പ്രസ്തുത വിഷയം അവിടെ പിന്നെ ലാഫിനിക്ക് ഉച്ചരിക്കുന്നവനിക്ക് ഉണ്ടാകുമ്പോൾ. ഇതാണല്ലോ ചർച്ച. അപ്പോഴും ഞാൻ പറയട്ടെ, വലിയ ആദിക്ക് ലക്കത്തിലായി ഈ തേട്ടത്തിന്റെ കാരണത്തിന്, ഈ വലിയ ആദിയിലേക്ക് ഈ ഇക്തിലായിന്റെ കാരണമായിട്ട് സ്വാറ ആദൽ ലഫ്ളു, ഈ ലഫ്ള് ആകുന്നതാണ്. ദാലൻ, അത് അറിയിക്കും. അല്ല ദാലിക്കൽ മാന, ആ മാനാന്റെ മേലെന്ത് ചെയ്യും? അറിയിക്കും. ആ മാന ഏതാണ്? അതിന് അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അൽ വജിഅ, വേദനയാണ്, നെഞ്ചുവേദന. ഫയക്കൂനു ദലാലത്തു, അപ്പൊ ദലാലത്താവും മൻസൂബത്തൻ, ചേർക്കപ്പെട്ടതാവും. എങ്ങോട്ട് ചേർക്കപ്പെട്ടതാവും? ഇത് ത്വബയിലേക്ക്. ഏതുപോലെ? കമാ അന്ന സുദൂറൽ ലഫ്ളി, ലഫ്ളിനെ ലഫ്ള് ഉത്ഭവിക്ക എന്നുള്ളത് മൻസൂബൻ ഇല ത്വബയി, ത്വബയിലേക്ക് ചേർക്കപ്പെടുന്നത് പോലെ. മനസ്സിലായ? ലഫ്ളിന്റെ സുദൂറ് തബയിലേക്ക് എന്ത് ചെയ്യുന്നത് പോലെ? ചേർക്കപ്പെടുന്നത് പോലെ. ബസ്. അല്ലാഹു അഅലം ബിസ്സവാബ്. എന്നവിടെ നിൽക്കണം.